കോൺഗ്രസിന് നല്ല കാലം വന്നു എന്ന് പറയുന്നതിൽ ആർക്കും തർക്കമില്ല. ഏറ്റവും ജനസമ്മതിയുള്ള CPMൻ്റെ മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ വന്നിരിക്കുകയാണ്. കൊട്ടാരക്കരയിലെ മുൻ MLA ആണ്. നമുക്കറിയാം 1977 മുതൽ തുടർച്ചയായി തേരോട്ടം നടത്തിയിരുന്ന R ബാലകൃഷ്ണപിള്ളയെ ആ കൊട്ടാരക്കരയുടെ മണ്ണിൽ തളച്ചു കെട്ടാൻ 2006 വരെ കാത്തു നിൽക്കേണ്ടി വന്നു. അത് അവിടെ തളച്ചിട്ടത് ഐഷ പോറ്റിയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധ നേടിയ വനിതാ നേതാവാണ് അതുകൊണ്ട് തന്നെ ഐഷ പോറ്റി. അവരാണിപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ കൊട്ടാരക്കര MLA ആയ മന്ത്രി ബാലഗോപാൽ അടക്കം 10,000 വോട്ടിന് വിജയിച്ചപ്പോൾ ഐഷ പോറ്റി അന്ന് വിജയിച്ചത് 40,000-ന് ഒക്കെ മുകളിൽ ഭൂരിപക്ഷത്തിനാണ്. UDFൻ്റെ സഹകരണ ചർച്ചകൾക്കിടെ ഐഷ പോറ്റി കോൺഗ്രസ് വേദിയിലെത്തി അങ്ങനെ അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനടക്കമുള്ളവർ ചേർന്ന് അവരെ സ്വീകരിച്ചു. കോൺഗ്രസിൽ അംഗത്വം നൽകുകയും ചെയ്തു. സമരവേദിയിൽ വെച്ചാണ് അംഗത്വം നൽകിയത് എന്നുള്ളത് ഒരു സമരകാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നുകൂടിയായി മാറി. ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അത് നേരിടേണ്ടത് മന്ത്രി ബാലഗോപാലനെ എന്ന് പറയുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഒരു തീപാറുന്ന മത്സരമായി കൊട്ടാരക്കരയിലെ മത്സരം മാറുമെന്നും ഉറപ്പായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം ധാരണയിലെത്തിയത്. തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. 2006 നേരത്തെ സൂചിപ്പിച്ചതുപോലെ R ബാലകൃഷ്ണപിള്ളയെ 12,968 വോട്ടുകൾ കട്ടിമറിച്ചുകൊണ്ടായിരുന്നു ഐഷ പോറ്റി കൊട്ടാരക്കരയിൽ വരവറിയിച്ചതും കേരളത്തിലെ തന്നെ താരമായതും. 2011 20,592 ആ ഭൂരിപക്ഷം വർദ്ധിച്ചു. വീണ്ടും ഐഷ പോറ്റി 2016 മത്സരിച്ചപ്പോൾ 40,632 എന്ന വമ്പൻ മാർജിനിലേക്ക് വിജയിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് അവർ വന്നത്. അന്നവർ മന്ത്രി അല്ലെങ്കിൽ സ്പീക്കറൊക്കെ ആകുമെന്ന വർത്തമാനമുണ്ടായിരുന്നു. എന്നാൽ ഒന്നുമായില്ല എന്നു മാത്രമല്ല, നിരന്തരം അവഗണനകൾ മാത്രം നേരിട്ടുകൊണ്ടേയിരുന്നു അവർക്ക് CPMൽ നിന്ന്. അവസാനം കോൺഗ്രസിലേക്ക് അവർ വഴിതെളിച്ചു. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിലടക്കമുള്ള വേദികളിൽ സജീവമായതോടെ തന്നെ കോൺഗ്രസിലേക്ക് അവർ വരും എന്നുറപ്പിച്ചിരുന്നു. മണ്ഡലത്തിലെ MLAയും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുമായ KN ബാലഗോപാലുമായി ചില ഉരസലുകൾ ഉണ്ടായിരുന്നുവെന്നും അതുതന്നെയാണ് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഒരു കാരണമായും പറയപ്പെടുന്നത്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ അവരോട് പല പ്രാവശ്യം പാർട്ടിയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അവരില്ലെങ്കിൽ മാത്രം മറ്റ് സ്ഥാനാർത്ഥികളിലേക്ക് പോയാൽ മതി എന്നൊരു നിർദ്ദേശവും പാർട്ടി എടുത്തിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ സ്വീകാര്യതയ്ക്ക് ഇപ്പോഴും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നല്ല മാർജിനിൽ തന്നെ കൊട്ടാരക്കരയിൽ UDF വിജയിക്കുമെന്ന് കണക്കുകൂട്ടുന്നു. മുൻ MLAയും ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന ട്രഷററുമായ ഐഷ പോറ്റി രാഷ്ട്രീയം വിടുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമെന്നവർ പ്രഖ്യാപിച്ചിരുന്നില്ല. പക്ഷേ കോൺഗ്രസുമായി അടുത്തുകൊണ്ടേയിരുന്നു. കുറച്ചു കാലങ്ങളായി പാർട്ടി പരിപാടികളിൽ നിന്നൊക്കെ അവർ വിട്ടുനിൽക്കുകയായിരുന്നു. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ലെന്ന് കാണിച്ചുകൊണ്ട് CPM കമ്മിറ്റികൾ തന്നെ അവർക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ CPMൽ നിന്ന് വലിയ അകൽച്ച നേരിടുകയും ഇപ്പോൾ കോൺഗ്രസിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കൊട്ടാരക്കരയെ ഇത്രയും വലിയൊരു പോരാട്ടത്തിൻ്റെ നാടാക്കി ഇനി മാറ്റാൻ പോകുന്നത് ഐഷ പോറ്റിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരിക്കും. കേരളം ഉറ്റുനോക്കുന്ന ആ മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം.